കമ്പനി പറയുന്നത് മൈലേജ് 32 പോയിന്റ് സംതിങ് നിയർലി 33യുടെ അടുത്താണ് കമ്പനി പറയുന്നത്. എത്രത്തോളം നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ കിട്ടും? ഏതെങ്കിലും വാഗനർ അങ്ങനെയുള്ളതൊക്കെ CNG നോക്കിയിരുന്നു? ഇല്ല, ഞാൻ ഷിഫ്റ്റ് ടിയാഗോ നോക്കിയത്. ടിയാഗോയും EV നോക്കി, CNG എടുക്കാൻ വരുന്ന ഒരു കാര്യം. CNG എടുക്കാനുള്ള ഒരു കാരണം ശരിക്കും എന്തായിരുന്നു? കൊച്ചി പോലുള്ള വലിയ ടൗണിലൊക്കെ ശരിക്കും CNG കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ശരിക്കും ചോദിക്കുന്നതാണ്. അതെ, ഞാൻ വന്നപ്പോ ഫസ്റ്റ് ഞാൻ ചോദിച്ചു, കാരണം ഇത് അലോയ് ആണോ മാരുതി സുസുക്കി സ്വിഫ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യക്കാർക്ക് വളരെ ജനപ്രിയമായിട്ടുള്ള ഒരു വണ്ടിയാണ്. 2005 മുതൽ ഇപ്പോൾ 2026 നമ്മൾ നിൽക്കുമ്പോഴും 21 വർഷത്തെ ഒരു ലെഗസി ആ വണ്ടിക്ക് ഉണ്ട്. അത്രത്തോളം ജനപ്രിയമാണ് ആ വണ്ടി. ഇപ്പോൾ കറൻറ്റ്ലി അതിൻ്റെ 4th ജനറേഷൻ സ്വിഫ്റ്റ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. 2024 മുതൽ 4th ജനറേഷനാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള, എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഷെഫീഖാണ് എൻ്റെ കൂടെ ഉള്ളത്. ഷെഫീഖിൻ്റെ കയ്യിൽ ഒരു സ്വിഫ്റ്റ് ഉണ്ട്, പുതിയ മോഡൽ സ്വിഫ്റ്റ് ആണ്. പക്ഷേ VXI എന്ന് പറഞ്ഞ വേരിയന്റ്. പ്രത്യേകത എന്താണ്? അടുത്ത് CNG ആണ്. യെസ്, അത് CNG ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഷെഫീഖ് അസ്ലം, എൻ്റെ ഫ്രണ്ട്, അവൻ്റെ ഈ ഒരു സ്വിഫ്റ്റ് CNG VXI എന്ന് പറഞ്ഞ വേരിയന്റിന്റെ വിശേഷങ്ങളാണ്. അവൻ ഏകദേശം എടുത്തിട്ട് ഇപ്പം എത്രയായി? 6 മാസത്തോളം. കിലോമീറ്റർ എത്രയായി? 26. അപ്പൊ അത്യാവശ്യം നല്ല ഓടി, നല്ല ഓട്ടമുണ്ട്. അതിന്റെ കഥകളൊക്കെ പറയാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. എന്തുകൊണ്ട് സ്വിഫ്റ്റ്? അത് ശരിക്കും ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യമല്ലേ. എന്തുകൊണ്ട് ഈ സ്വിഫ്റ്റിലേക്ക് എത്തി, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ വണ്ടികൾ നോക്കി ഈ ഒരു കാലയളവിൽ? ഫസ്റ്റ് നോക്കിയത് നമുക്ക് ടിയാഗോ EV നോക്കി. പക്ഷെ നമുക്ക് ഈ ഇലക്ട്രിസിറ്റി അതിന്റെ ബുദ്ധിമുട്ടും കാരണങ്ങളും കൊണ്ട് അതിന് ചെറിയൊരു മാറ്റം വരുത്തി അതേ ലെവലില് നമുക്ക് മൈലേജ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ CNGയിലോട്ട് നോക്കിയത്. അങ്ങനെ നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയി തോന്നിയത് ഷിഫ്റ്റ് ആണ്. വേറെ ഏതെങ്കിലും വാഗനർ അങ്ങനെയുള്ളതൊക്കെ CNG നോക്കിയിരുന്നു? ഇല്ല, ഞാൻ ഷിഫ്റ്റ് ടിയാഗോ നോക്കിയത്. ടിയാഗോയും EV നോക്കി, CNG നോക്കി. പക്ഷെ നമുക്ക് ലുക്ക് ബേസിലും കംഫോർട്ടും ഏറ്റവും കൂടുതൽ ഷിഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് മാറി. അന്ന് എടുക്കുന്ന സമയത്ത് പ്രൈസ് എത്രയായി? പ്രൈസ് നമുക്ക് 8,47,000 റേഞ്ചിലാണ്. 8,47,000 ആ റേഞ്ചിലാണ് അന്ന് എടുക്കുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു അന്ന് ആ GST അന്ന് ആ പ്രൈസിന്റെ ഒക്കെ ഒരു ടാക്സിന്റെ എന്തൊക്കെയോ നമുക്ക് കുറവ് വന്നു. പിന്നെ ടിയാഗോ EV നോക്കിയിട്ടുണ്ടായി, ടിയാഗോ CNG നോക്കി. അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള വണ്ടിയാണ്. കമ്പനി പറയുന്നത് മൈലേജ് 32 പോയിന്റ് സംതിങ് നിയർലി 33യുടെ അടുത്താണ് കമ്പനി പറയുന്നത്. എത്രത്തോളം നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ കിട്ടും? നമുക്ക് ലോങ് റേഞ്ചിൽ ഏകദേശം അതേ മൈലേജ് കിട്ടുന്നുണ്ട്. ഏകദേശം 30 എബവ് കിട്ടുന്നുണ്ട്. 32, 33 റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലോക്കൽ റണ്ണിങ്ങിൽ നമുക്കൊരു 27, 26, 27 ഈ ചെറിയ നമ്മുടെ ചെറുകിട ഓട്ടത്തിനൊക്കെ അത്ര കിട്ടുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല ഇതാണ്, ബെറ്റർ ആണ്. ഒരു ആവറേജ് 200 കിലോമീറ്റർ ഏകദേശം റണ്ണിങ് ഉണ്ട്, ഡെയിലി റണ്ണിങ് ഉണ്ട്. അത്യാവശ്യം നല്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര ഓട്ടമായത്. പിന്നെ നമുക്ക് ലോങ് ഓടുമ്പോ എന്തെങ്കിലും ഈ CNG അവൈലബിലിറ്റിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ നിയറസ്റ്റ് കുറച്ച് കുറവാണ്. ഇവിടെ ചോക്കാട് പോണം, പിന്നെ വണ്ടൂര്. CNG ഫില്ല് ചെയ്യുമ്പോ നമുക്ക് മാക്സിമം എത്രത്തോളം ഇതിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫില്ല് ചെയ്യാൻ പ്രഷറിനനുസരിച്ചാണ്. ചിലപ്പോ 6 കിലോ, 7 kg പ്രഷറിനനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സർവീസ് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ CNG ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ നോർമലാണ്? ബാക്കിയെല്ലാം ബാക്ക് ടു നോർമൽ, കാര്യങ്ങളെല്ലാം നോർമൽ ആയിട്ടാണ് പോകുന്നത്. മൈലേജിന്റെ കാര്യം നമ്മൾ ചോദിച്ചു. സർവീസ് പിന്നെ മാരുതി സുസുക്കി ആയതുകൊണ്ട് അത്രത്തോളം ഉള്ള പ്രശ്നങ്ങളൊന്നും നമുക്കില്ലല്ലോ, പ്രശ്നങ്ങളില്ല. ലോങ് ഓടുമ്പോൾ നമുക്ക് ആ ഒരു ലാഗോ അല്ലെങ്കിൽ CNG പെട്രോൾ അല്ല ആ ഒരു ഓട്ടോ അത് മാറുന്ന സമയത്ത് എന്തെങ്കിലും ലാഗോ അങ്ങനെ അതൊന്നും നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ കൂടുതൽ പെട്രോൾ ഓടിക്കാറില്ല, സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ. ബാക്കി ഫുള്ള് CNG. പെട്രോൾ യൂസ് ചെയ്യാറേ അല്ല, എപ്പോഴെങ്കിലും ചെറിയ കുറച്ചടിക്കും, ബാക്കി ഫുള്ള് CNG. അത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കാരണം EV വണ്ടികളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് പലരും പറയുന്നത്. പക്ഷെ CNG നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ വിലയുടെ കാര്യത്തിൽ ഇപ്പോ കുറച്ച് കൂടി അല്ലേ? ഇപ്പൊ എത്ര നിലവിൽ CNGക്ക് പ്രൈസ്? ഇന്നലെ അടിച്ചത് 98.25.
ഏകദേശം ഞാൻ അത്യാവശ്യം എടുക്കുന്ന ടൈമിൽ 89 ആയിരുന്നു. 10 രൂപ 10 രൂപയുടെ മാറ്റം. 6 മാസം കൊണ്ട് 6 മാസം കൊണ്ട് 6 മാസം പറഞ്ഞ ഈ ഒരു മാസം കൊണ്ടാണ് ഈ 10 രൂപ കൂടിയത്. പ്രൈസ് കൂടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത് ലോങ് പോകുന്ന സമയത്ത് വേറെ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഒന്നും ഇപ്പൊ 5 പേര് പോവുകയാണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. സ്വിഫ്റ്റിനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ലോങ് ഒക്കെ പോയിട്ട് അങ്ങനെ ലോങ് സുഖമാണ്. കംഫർട്ട് കാര്യങ്ങൾ ഒരു ആവറേജ് സ്പീഡ് 100-80 ആ സ്പീഡ് പോവാണെങ്കിൽ പക്കയാണ്. അതിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ, യാത്ര ക്ഷീണം, അങ്ങനത്തെ ഒന്നുമില്ല. സ്വിഫ്റ്റിന് ഒന്നുമില്ല. ആ 3 സിലിണ്ടറിലേക്ക്, കാരണം നമുക്കറിയാം ഇതിന്റെ 4th ജനറേഷൻ ആണ് ഇപ്പൊ ഉള്ളത്. ആ ഒരു 3rd ജനറേഷനിൽ ശരിക്കും ഇതിന്റെ ഒരു 4 സിലിണ്ടർ നല്ലൊരു ജാം ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയിരുന്നു. അതായത് ആ ഒരു K സീരീസ് എഞ്ചിൻ ആയിരുന്നു. ഇപ്പൊ അത് മാറി Z സീരീസിലേക്ക് വന്നു. പക്ഷെ ആ ഒരു മാരുതി അല്ലെങ്കിൽ സുസുക്കി എന്താന്ന് വെച്ചാൽ, കാരണം ഈ ഒരു എഞ്ചിനിൽ എനിക്ക് തോന്നുന്നു ഒരു ഹൈബ്രിഡ് ടെക്നോളജി വരാൻ ഭാവിയിൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ 3 സിലിണ്ടറിലേക്ക് വന്നത്. പക്ഷെ ആ 3 സിലിണ്ടർ ആയിട്ട് നമുക്ക് സൗണ്ടോ കാര്യങ്ങളോ ഉള്ളിലേക്ക് അങ്ങനെ വല്ല എന്തെങ്കിലും ഉണ്ടോ? വലിക്ക് കുറവോ? ഒരു ബുദ്ധിമുട്ടില്ല ഇതുവരെ. 3 സിലിണ്ടർ ഒരു പവർ ചെറിയൊരു കുറവുണ്ട്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ഈ ലോക്കൽ ഓട്ടം കാര്യങ്ങൾ അങ്ങനത്തെ ഫീലിംഗ് കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സ്പീഡ് പ്രതീക്ഷ നമുക്ക് എങ്ങനെ ഒരു 120-140 അത് നടപടിയാവില്ല. 100 അതോ പക്കയായിട്ട് പോകാൻ പറ്റും. ലോങ് ഒക്കെ എങ്ങോട്ട് പോയി? എത്ര ദൂരം വരെ പോയി? ലോങ് ഇപ്പൊ ഞങ്ങള് പോയത് ബാംഗ്ലൂർ പോയി. പക്ക നമുക്ക് യാത്ര ക്ഷീണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഇത് VXi എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. പക്ഷെ ഈ ഒരു VXiയിൽ മുമ്പുള്ള ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു അലോയ് വീൽ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഈ സാധനം എന്താ, അതിനെ പറ്റി ഒന്ന് പറ. അത് നമ്മള് ഉണ്ടായി എക്സ്ട്രാ i20 ഒരു സാധാ നോർമൽ റം ആണ്. പക്ഷെ നമുക്ക് കാണുന്ന സമയത്ത് കാണുമ്പോ ഒരു അലോയ് ലുക്ക് ആയതുകൊണ്ട് 16 സൈസ് ആയതുകൊണ്ട് ഞാൻ അതിലോട്ട് ടയർ സൈസ് ഒന്ന് മാറ്റി കുറച്ച് വീതിയുള്ള ടയർ. പിന്നെ ആക്സസറീസ് എന്തെങ്കിലും ചെയ്തു? ഈ ഒരു കാര്യം ചെയ്തു. അതായത് ഇതിൽ ശരിക്കും ഇതിന്റെ ആ ഒരു വണ്ടി വരുന്ന സമയത്ത് എത്ര ഇഞ്ചായിരുന്നു? 14 ഇഞ്ച് ടയർ നമ്മള് 16 ചെയ്തു മാറ്റി. അത് ഈ ഒരു ഡ്രമ്മാണ് ശരിക്കും. ഇവിടെ ഈ ഒരു സുസുക്കിയുടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. അത് സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. പക്ഷെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ വേറൊന്നും എക്സ്ട്രാ നമ്മൾ ചെയ്തിട്ടില്ല. കമ്പനിയിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രം. കമ്പനിയിൽ നിന്ന് ചെയ്തെന്ന് റിവേഴ്സ് ക്യാമറ, മാറ്റുകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു ടയർ ശരിക്കും ഇപ്പൊ 28,000 അല്ല ഇപ്പൊ പറഞ്ഞല്ലേ? മാറിയില്ലേ ടയർ? ശരിക്കും അത് ശരിക്കും ഒരു കുറവായിട്ട് തോന്നി അല്ലേ? നമ്മളെ ശ്രദ്ധ കുറവാണ്. അലൈൻമെന്റ് ചെയ്യാതെ അങ്ങനെയുള്ള പക്ഷെ എന്നാലും ഇതിപ്പോ ഈ ഒരു 16ലേക്ക് വന്ന സമയത്ത് യാത്രക്ക് എങ്ങനെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സുഖം എങ്ങനെ ഉണ്ട് ശരിക്കും? ഇല്ലല്ല, മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒന്നുമില്ല, നോർമലി കുറച്ച് പെട്ടെന്ന് അടി തട്ടിരുന്നു. ആ ഒരു ബുദ്ധിമുട്ട് കുറെ കമ്മിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും 16 ഇഞ്ച് വന്നപ്പോ വണ്ടി ശരിക്കും ലുക്ക് ഒന്നും കൂടെ ശരിക്കും നല്ല മാറിയിട്ടുണ്ട്. നല്ലൊരു വലിപ്പം തോന്നിക്കുന്നുണ്ട്. അലോയുടെ ഫീല് ശരിക്കും ചോദിക്കുന്നതാണ്. ഞാൻ വന്നപ്പോ ഫസ്റ്റ് ഞാൻ ചോദിച്ചു, കാരണം അലോയ് ആണോ അലോയ് കണ്ട ആ ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. അലോയുടെ വീൽ കപ്പും സ്ക്രൂലായോണ്ട് അതാണ് ശരിക്കും ഒരു അലോയുടെ ആ ഒരു ഫീൽ ഉണ്ട്. ശരിക്കും ഇതിന്റെ ഫുൾ ഓപ്ഷനിലൊക്കെ തന്നെ ആ ഒരു ഡയമണ്ട് കട്ട് ടൈപ്പ് ഓഫ് അലോയ് ആ ഒരു ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ടോട്ടൽ ആയിട്ട് വേറെ സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം പക്കയായിട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് സർവീസ് റിലേറ്റഡ് ആയിട്ട് മാരുതി അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. രാവിലെ മോർണിംഗ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഉച്ചയാകുമ്പോൾ നമ്മൾ ഫ്രീ ആയി പരിപാടി കഴിഞ്ഞിട്ട് പോരാൻ പറ്റും. അത്യാവശ്യം ഓടി, അത്യാവശ്യം വണ്ടി ഓടിയില്ലേ? റണ്ണിങ് ഉണ്ടായോണ്ടല്ലേ നമ്മളിത് എടുത്തത്. ഈ ഒരു CNG ശരിക്കും അത് ഞാൻ ചോദിക്കാൻ വരുന്ന ഒരു കാര്യം, CNG എടുക്കാനുള്ള ഒരു കാരണം ശരിക്കും എന്തായിരുന്നു? കാരണം നമുക്ക് ഡെയിലി ആവറേജ് ഒരു 180-200 കിലോമീറ്റർ ഡെയിലി റണ്ണിങ് ആണ്. നമുക്ക് നോർമലി നമ്മൾ ഷിഫ്റ്റ് റിക്സതിന് മുമ്പ് യൂസ് ചെയ്തിരുന്നു. നമുക്ക് ഏകദേശം പെർ ഡേ ഒരു 1200-1300 റേഞ്ച് ഡീസൽ വേണം. ഡീസൽ വണ്ടി വരുന്നത്, ഡീസൽ വണ്ടിക്ക് അത്ര വേണം. നമുക്ക് നേർ പകുതിയായിട്ട് 500-600 രൂപയ്ക്ക് നമുക്ക് ഡെയിലി എക്സ്പെൻസ് വരുന്നുള്ളൂ. ബാക്കി നമുക്ക് ഇപ്പൊ EMI ഇടാണെങ്കിൽ ബാക്കി EMI-ലോട്ട് പോയാൽ എന്നാലും ലാഭമാണ്. എന്നാൽ കാരണം പകുതി 600 രൂപ ഡെയിലി ലാഭമാണെങ്കിൽ നല്ല ലാഭമാണ്. EMI നമുക്ക് ഇതിന് മാറ്റി വെച്ചാൽ മതി. ശരി, കറക്റ്റ് ആണ്. അപ്പോ ഇതിപ്പോ CNG നമുക്ക് കറക്റ്റ് ആയിട്ട് നീ പറഞ്ഞ പോലെ ഒരു 32 എബോ നമുക്ക് ചില സമയങ്ങളിൽ ലോങ് ഘട്ടത്തിൽ കിട്ടുന്നുണ്ട്. ശരിക്കും നല്ലൊരു ബെനിഫിറ്റ് ആണ് അത്. എനിക്ക് നമ്മളെ ഏരിയയിൽ ഓടുമ്പോ തന്നെ നമുക്കൊരു 27 ആ റേഞ്ചിൽ ആവറേജ് അത് കിട്ടുന്നുണ്ട്.
പിന്നെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ശരിക്കും? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഓക്കെ ആണ്. സുഖങ്ങള് കാര്യങ്ങളെല്ലാം ഓടിക്കുന്ന സമയത്തും ഉള്ളിലും വേറെ സ്വിഫ്റ്റിന്റെ ശരിക്കും നമ്മൾ പലരും പറഞ്ഞു റിയർ സീറ്റിൽ ഇരിക്കാൻ പലർക്കും ഒരു ബുദ്ധിമുട്ട് കേൾക്കാറുണ്ട്. ഇല്ല അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? പരാതി അവരും പറഞ്ഞിട്ടില്ല. ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോ എന്റെ അടുത്ത് ക്രെറ്റ ഉണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ ലോങ് പോകുമ്പോൾ ഇതാ യൂസ് ചെയ്യാറില്ല. ഒന്നാമത് എക്സ്പെൻസ് വളരെ കുറയും, പിന്നെ ഒരു അർജന്റ് ഇല്ലാത്ത എന്തെങ്കിലും അർജന്റ് അങ്ങനെ പെട്ടെന്ന് പോയി വരണം എന്നുള്ളൊരു മൈൻഡിൽ നമ്മളെ ക്രെറ്റ യൂസ് ചെയ്യാറുള്ളൂ. ഇതാ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പോയ സമയത്ത് കൊച്ചി പോലുള്ള വലിയ ടൗണിലൊക്കെ ശരിക്കും CNG കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ, ക്യൂ നിൽക്കണം ടൗണുകളിൽ. കാരണം ഈ ടാക്സി വെഹിക്കിൾ കൂടുതലായതുകൊണ്ട് എല്ലാവരും CNG-ലോട്ട് മാറി ചെറിയ വരും. പക്ഷെ നമ്മുടെ ഈ ചെറിയ ചെറിയ പ്രദേശങ്ങളിലൊന്നും വലിയ ബുദ്ധിമുട്ടുകളില്ല. അവൈലബിലിറ്റി എപ്പൊ ചെന്നാലും CNG ഉണ്ട്. എറണാകുളം പൊള്ളാച്ചി അവിടെ കുറച്ച് ഫീൽ ചെയ്തു, അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. എറണാകുളം പൊള്ളാച്ചി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ, ചെറിയ ഡിലേ വന്നു, അടിക്കാൻ ചെറിയൊരു ക്യൂ നിൽക്കേണ്ടി വന്നിട്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നോർമലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോ ടോട്ടല് സ്വിഫ്റ്റ് ഒരു 6 മാസം കൊണ്ട് ഹാപ്പിയാണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. CNG 100% ഹാപ്പിയാണ്. അപ്പോ ഇതൊരു ചെറിയ വീഡിയോ, ശരിക്കും ഞാൻ ഇതിന്റെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവനെ കൊണ്ട് ജസ്റ്റ് ഇവന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ചോദിച്ചറിഞ്ഞതാണ്. അപ്പൊ ഇത്ര സമയം കൂടെ വന്നതിന് നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. CNG VX ഹാപ്പി കസ്റ്റമർ ആണ് എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഷെഫീക്ക്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അത് ഇറക്കും.